ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിസ്സി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സുഖമായും ശുഭമായും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ ചോദ്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 11 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. ബൈബിൾ ക്വിസ് എല്ലാവർക്കും അനുഗ്രഹമാകുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ടൊക്കെ ഈ വചനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. ഇന്നത്തെ ചോദ്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 11 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: അന്ത്യോക്യ സഭയിലേക്ക് യെരൂശലേം സഭ ആരെയാണ് അയച്ചത്? ഓപ്ഷൻ എ പത്രോസ്, ഓപ്ഷൻ ബി യാക്കോബ്, ഓപ്ഷൻ സി ബർണബാസ്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. അന്ത്യോക്യ സഭയിലേക്ക് യെരൂശലേം സഭ ആരെയാണ് അയച്ചത്? ഓപ്ഷൻ എ പത്രോസ്, ഓപ്ഷൻ ബി യാക്കോബ്, ഓപ്ഷൻ സി ബർണബാസ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പൗലോസും ശീലാസും തടവിലായത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ രോഗിയെ സൗഖ്യമാക്കിയതിന്, ഓപ്ഷൻ ബി ഭൂതത്തെ പുറത്താക്കിയതിന്, ഓപ്ഷൻ സി പ്രസംഗിച്ചതിന്. ചോദ്യം ഒന്നുകൂടി പറയാം. പൗലോസും ശീലാസും തടവിലായത് എന്തുകൊണ്ട്? ഓപ്ഷൻ എ രോഗിയെ സൗഖ്യമാക്കിയതിന്, ഓപ്ഷൻ ബി ഭൂതത്തെ പുറത്താക്കിയതിന്, ഓപ്ഷൻ സി പ്രസംഗിച്ചതിന്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എഫെസോസിൽ യോഹന്നാന്റെ സ്നാനം മാത്രം അറിഞ്ഞിരുന്ന ശിഷ്യന്മാർ എത്ര പേരായിരുന്നു? ഓപ്ഷൻ എ 7 പേർ, ഓപ്ഷൻ ബി 10 പേർ, ഓപ്ഷൻ സി 12 പേർ. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. എഫെസോസിൽ യോഹന്നാന്റെ സ്നാനം മാത്രം അറിഞ്ഞിരുന്ന ശിഷ്യന്മാരുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 7 പേർ, ഓപ്ഷൻ ബി 10 പേർ, ഓപ്ഷൻ സി 12 പേർ. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കാഴ്ച നഷ്ടപ്പെട്ടത് മൂലം വിശ്വാസമുണ്ടായത് ആർക്കാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കാഴ്ച നഷ്ടപ്പെട്ടത് മൂലം വിശ്വാസമുണ്ടായത് ആർക്കാണ്? അഞ്ചാമത്തെ ചോദ്യം. പൗലോസ് കൊരിന്ത്യയിൽ എത്ര കാലം പാർത്തു? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പൗലോസ് കൊരിന്ത്യയിൽ എത്ര കാലം പാർത്തു? ആറാമത്തെ ചോദ്യം. തീയിട്ട പുസ്തകത്തിൻ്റെ വില എത്രയാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. തീയിട്ട പുസ്തകത്തിൻ്റെ വില എത്രയാണ്? ഏഴാമത്തെ ചോദ്യം. മനുഷ്യരോടുള്ള കൽപ്പന എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. മനുഷ്യരോടുള്ള കൽപ്പന എന്താണ്? എട്ടാമത്തെ ചോദ്യം. ഏത് സ്ഥലത്ത് വെച്ചാണ് പൗലോസിൻ്റെ പേര് ശൗൽ എന്നതിൽ നിന്ന് മാറ്റി പൗലോസ് എന്ന് ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഏത് സ്ഥലത്ത് വെച്ചാണ് പൗലോസിൻ്റെ പേര് ശൗൽ എന്നതിൽ നിന്ന് മാറ്റി പൗലോസ് എന്ന് ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? ചോദ്യം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. ഒൻപതാമത്തെ ചോദ്യം. സുവിശേഷങ്ങളിൽ നേരിട്ട് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും പൗലോസ് കർത്താവിൻ്റെ വാക്കായി ഉദ്ധരിച്ചിരിക്കുന്ന പ്രസ്താവന ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. സുവിശേഷങ്ങളിൽ നേരിട്ട് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും പൗലോസ് കർത്താവിൻ്റെ വാക്കായി ഉദ്ധരിച്ചിരിക്കുന്ന പ്രസ്താവന ഏതാണ്? പത്താമത്തെ ചോദ്യം. പൗലോസ് ആംഗ്യം കാട്ടിയത് എവിടെ? വസ്ത്രം കുടഞ്ഞത് എവിടെ? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പൗലോസ് ആംഗ്യം കാട്ടിയത് എവിടെ? വസ്ത്രം കുടഞ്ഞത് എവിടെ? ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. വചനം വായിച്ച് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുക. ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ വചനം വായിച്ച് ഉത്തരം കണ്ടെത്തുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഉത്തരങ്ങൾ എഴുതിയാൽ പലപ്പോഴും തെറ്റിപ്പോവും. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ബൈബിൾ ക്വിസിൻ്റെ ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് വചനം വായിച്ച് ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഉത്തരങ്ങൾ എഴുതുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നായിരുന്നു. അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: പത്രോസിൻ്റെ ആദ്യ പ്രസംഗത്തിൽ ഉദ്ധരിച്ച ദാവീദിൻ്റെ വാക്യം ഏത് സങ്കീർത്തനത്തിൽ നിന്നാണ്? ഉത്തരം ഇതാണ്: 16-ാം സങ്കീർത്തനം. അപ്പോസ്തല പ്രവൃത്തി 2:25, 28. രണ്ടാമത്തെ ചോദ്യം. തദാസിനോട് ചേർന്ന് കൂടിയവർ ഏകദേശം എത്ര പേരായിരുന്നു? ഉത്തരം 400 പേർ. 5:36. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാർ എവിടെയാണ് കൂടിയിരുന്നത്? ഉത്തരം ഇതാണ്: ഒരു സ്ഥലത്ത്. 2:1. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: അസൂയപ്പെട്ടതാര് ആരോടാണ്? ഉത്തരം ഇതാണ്: 7:9 നമുക്ക് കാണാം. ഗോത്രപിതാക്കന്മാർ യോസഫിനോട്. ഇതിന് മറ്റൊരു ഉത്തരം കൂടിയുണ്ട്. പ്രവൃത്തികൾ 5:17 കാണാം. മഹാപുരോഹിതനും
സദൂക്യരുടെ മതക്കാരായ അവൻ്റെ പക്ഷക്കാരൊക്കെയും അപ്പോസ്തലന്മാരോട് അസൂയപ്പെട്ടതായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 5-ാമത്തെ ചോദ്യം ഇതായിരുന്നു, അപ്പോസ്തലന്മാർ സന്തോഷിപ്പാൻ കാരണം എന്താണ്? 5:41 കാണാം, തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചു. 6-ാമത്തെ ചോദ്യം ഇതായിരുന്നു, സ്റ്റെഫാനോസിന്റെ മരണസമയത്തെ ദർശനത്തിൽ യേശു ഇവിടെ ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. നിങ്ങൾ ചോദ്യം ശ്രദ്ധിച്ചില്ല എന്നതാണ് ഇതിൻ്റെ വലിയൊരു ദുഃഖകരമായ സത്യം. കാര്യം, യേശു ഇരിക്കുന്നതായിട്ടല്ല വചനത്തിൽ പറയുന്നത്, യേശു വലതുഭാഗത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോസ്തലപ്രവൃത്തി 7:56 നാം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കാം, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വചനം വായിച്ച് തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തണമെന്ന് പലപ്പോഴും പറയുമ്പോഴും പല പ്രിയപ്പെട്ടവരും വചനം വായിക്കുന്നില്ല എന്നതിൻ്റെ വലിയൊരു തെളിവാണ് ഇതിന് ഉത്തരം പല പ്രിയപ്പെട്ടവരും വലതുഭാഗത്തുനിന്ന് മാത്രം എഴുതിയിട്ടുണ്ട്. ഇരിക്കുകയല്ല, നിൽക്കുകയാണെന്ന് ചുരുക്കം ചില പ്രിയപ്പെട്ടവർ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു സിസ്റ്റർ വന്നിട്ട് ചോദ്യം റോങ് ആണെന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാനത് മനഃപൂർവ്വം ചോദിച്ച ചോദ്യമായതുകൊണ്ടാണ് അതിന് റിപ്ലൈ തരാഞ്ഞത്. അപ്പോൾ എല്ലാവരും ചോദ്യം ശ്രദ്ധിച്ച് ചോദ്യത്തിന് അനുസൃതമായ ഉത്തരം തന്നെ കണ്ടെത്തി എഴുതുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം മനസ്സിലായെന്ന് കരുതുന്നു. സ്റ്റെഫാനോസ് ദർശനത്തിൽ യേശു ഇരിക്കുന്നതായിട്ടല്ല കണ്ടത്, അവിടെ നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. ഇപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് കരുതുന്നു. 7-ാമത്തെ ചോദ്യം ഇതായിരുന്നു, പിറുപിറുത്തവർ ആരാണ്? ഉത്തരം ഇതാണ്, യവനന്മാർ. അപ്പോസ്തലപ്രവൃത്തി 6:1. 8-ാമത്തെ ചോദ്യം ഇതായിരുന്നു, 3 പേരിനാൽ അറിയപ്പെട്ട ശിഷ്യൻ ആരാണ്? ഉത്തരം ഇതാണ്, യോസഫ്. യുസ്തോസ് എന്ന് മറുപേരുള്ള ബർശബ യോസഫ്. പ്രവർത്തികൾ 1:23. 9-ാമത്തെ ചോദ്യം, സ്വർഗാരോഹണം ചെയ്തതാര്, ചെയ്യാത്തത് ആരാണ്? ഉത്തരം ഇതാണ്, സ്വർഗാരോഹണം ചെയ്തത് യേശുവും സ്വർഗാരോഹണം ചെയ്യാത്തത് ദാവീദുമാണ്. 2:33, 34 വാക്യങ്ങൾ. നമ്മുടെ അവസാന ചോദ്യം ഇതായിരുന്നു, സ്റ്റെഫാനോസിന്റെ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെട്ട പഴയ നിയമ വ്യക്തി ആരാണ്? ഉത്തരം ഇതാണ്, മോശെ. മോശയെ പറ്റിയാണ് അവിടെ കൂടുതലും ഉദ്ധരിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് മോശയെക്കുറിച്ചാണ് അവിടെ കൂടുതൽ ഉദ്ധരിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയെങ്കിലും ചോദ്യം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പല ചോദ്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി പലപ്പോഴും ഇങ്ങനെ അല്പസ്വല്പം മാറ്റി ചോദിച്ചേക്കാം. അത് നിങ്ങൾക്ക് ദൈവവചനം പഠിക്കുവാൻ പ്രയോജനകരമാകുമെന്ന് വിശ്വസിക്കുകയാണ്. അല്ല, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. നമ്മുടെ ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുത്ത് ഉത്തരങ്ങൾ അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ റെജി മോൾ, സിസ്റ്റർ ഡെൻസി ജോൺസൺ, സിസ്റ്റർ ഷീജ സണ്ണി, സിസ്റ്റർ മീഖ ഷെറിൻ, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ ഡാലി ജെയിൻ, സിസ്റ്റർ സുമ പ്രസാദ് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 6, സ്റ്റെഫാനോസിൻ്റെ മരണസമയത്ത് ദർശനത്തിൽ യേശു ഇരിക്കുന്നതായി പറയുന്നില്ല. ക്വസ്റ്റ്യൻ റോങ് ആണ്. ഇതിനൊരു എക്സ്പ്ലനേഷൻ നമ്മുടെ ആൻസർ പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. സിസ്റ്റർ ഷീന ജി, സിസ്റ്റർ ഗീതു ജസ്റ്റിൻ, കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചിരുന്നു. എൻ്റെ പേര് ഗീത ജസ്റ്റിൻ അല്ല, ഗീതു ജസ്റ്റിൻ, സോറി, ഗീതു ജസ്റ്റിൻ. സിസ്റ്റർ ട്രീസ പോൾ, സിസ്റ്റർ ശോശാമ കുര്യാക്കോസ്, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ ആശ എ, സിസ്റ്റർ ആലീസ് യോഹന്നാൻ, സിസ്റ്റർ ഗീതമ്മ രാജു, സിസ്റ്റർ ജയ സാമുവൽ, സിസ്റ്റർ അനിത സജിത്ത്, സിസ്റ്റർ സാലി ജോസഫ്, സിസ്റ്റർ പ്യാരി അജി. സിസ്റ്റർ പ്യാരി അജി പറഞ്ഞിട്ടുണ്ട്, ദൈവവചനം വായിക്കുന്നതിനും കൂടുതലായി വചനത്തെ ആഴമായി ദൈവത്തെ അറിയുവാൻ ഓരോ ദിവസത്തെയും ബൈബിൾ ക്വിസിൽ കൂടുതൽ അനുഗ്രഹമായി തീരുന്നു. ദൈവത്തിനാമത്തിന് മഹത്വം. ബ്രദറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ സിസ്റ്ററേയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സിസ്റ്റർ നാൻസി, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ അനു ജോസ്, സിസ്റ്റർ സുമ പ്രസാദ്, സിസ്റ്റർ ജാൻസി, ബ്രദർ ബിന്നി ബേബി, സിസ്റ്റർ അനുഷ
ഷിഹാബുദ്ദീൻ, സിസ്റ്റർ ജയ വിനേഷ്, സിസ്റ്റർ ജലജ, സിസ്റ്റർ ബീനാമി, സിസ്റ്റർ സാത്വിക കോട്ടയം, സിസ്റ്റർ ഷിമ കോവളം, സിസ്റ്റർ അന്നമ്മ, സിസ്റ്റർ ലിതി തോമസ്, സിസ്റ്റർ ജയവള്ളി, സിസ്റ്റർ അഞ്ചുമി, സിസ്റ്റർ ജെസ്സി ആൻ്റണി, സിസ്റ്റർ ആൻസി ജോൺ, സിസ്റ്റർ സാറാമ്മ ഡേവിഡ്, സിസ്റ്റർ ലിസി സണ്ണി, സിസ്റ്റർ സാറാമ്മ ഡേവിഡ്, സിസ്റ്റർ ലിസി സണ്ണി പറഞ്ഞിട്ടുണ്ട് ദൈവജനം ശ്രദ്ധയോടും ഉത്സാഹത്തോടും കൂടി പഠിക്കുവാൻ സാധിക്കുന്നു. പ്രത്യേകം നന്ദി. പ്രിയ സിസ്റ്റർക്കും പ്രത്യേകം നന്ദി. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സിസ്റ്റർ നിർമ്മല വിജയൻ, ബ്രദർ മാത്യു മിലൻ, സിസ്റ്റർ മറിയാമ്മ മാത്യു, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ റെനി സാം, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ സാറാമ്മ ജോസഫ്, സിസ്റ്റർ സുമതി ഭായ്, സിസ്റ്റർ പൊന്നമ്മ രാജു, സിസ്റ്റർ സുജ ജെയിംസ്, സിസ്റ്റർ മോളി ജേക്കബ്, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ, സിസ്റ്റർ ശാരദാമ്മ ദേവി, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ ഷീല സുനിൽ, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ സുജ കുര്യൻ, സിസ്റ്റർ ഷാൻഡി പൊന്നച്ചൻ, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ റീന മൈക്കിൾ, സിസ്റ്റർ ലിസ സുമോദ്, സിസ്റ്റർ ബീന ജോർജ്, സിസ്റ്റർ ജെമി മാത്യു, സിസ്റ്റർ ജുവാന തോമസ്, സിസ്റ്റർ ഷീബ ജോബി, സിസ്റ്റർ ആൻസി ബിജു പിറവം, ബ്രദർ ജോർജ് തോമസ്, സിസ്റ്റർ ഷീജ ജയകുമാർ. ഉത്തരങ്ങൾ അയച്ചവരിൽ നിന്ന് വിജയികളായിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് നോക്കാം. ഇവരാണ് ഇന്നത്തെ വിജയികൾ. സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ ആൻസി ജോൺ, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ ഗീതു ജസ്റ്റിൻ, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ ജയ സാമുവൽ, സിസ്റ്റർ പ്യാരി അജി, സിസ്റ്റർ നാൻസി, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, സിസ്റ്റർ ജയ വിനേഷ്, സിസ്റ്റർ ജലജ, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ ലിധി തോമസ്, സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ റെനി സാം, സിസ്റ്റർ പൊന്നമ്മ രാജു, സിസ്റ്റർ മോളി ജേക്കബ്, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ റീന മൈക്കിൾ, സിസ്റ്റർ സുമ പ്രസാദ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. അപ്പോൾ വേഗത്തിൽ തന്നെ ഇന്നത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ ഈ ബൈബിൾ ക്വിസിൻ്റെ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കും ദൈവജനം പഠിക്കുവാനും ദൈവജനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാനും ഇടയാകും. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ചർച്ച് ഗ്രൂപ്പിലും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണും വരെയും കർത്താവിൻ്റെ ചിറകടിയിൽ നമ്മെ ഒരുമിച്ച് മറയ്ക്കുമാറാകട്ടെ. ആമേൻ.